വലിയ സത്യം നമ്മൾ മനസ്സിലാക്കിയവരാണ്. ഇതറിയാത്ത ആയിരക്കണക്കിന് മനുഷ്യന്മാർ നമ്മുടെ ചുറ്റുപാടുകളിലും ജീവിക്കുന്നുണ്ട്. അവർക്ക് ഇത് എത്തിച്ചു കൊടുക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ടതുണ്ട്. ഒരായത്താണ് നിങ്ങൾ കേട്ടതെങ്കിൽ, ഒരു ഹദീസാണ് നിങ്ങൾ പഠിച്ചതെങ്കിൽ, ഇതറിയാത്ത ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ എവിടേക്കാണോ തങ്ങളുടെ ഒട്ടകങ്ങൾ തിരിഞ്ഞു നിൽക്കുന്നത് അവിടേക്ക് യാത്ര തിരിക്കുകയായിരുന്നു സഹാബാക്കൾ. സാധാരണ ഒരു കഥ പറയാറുണ്ട്. ഒരു മനുഷ്യന്റെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വരാം, ഇന്ന് കൃത്യം 2 മണിക്ക് നിങ്ങളുടെ ഫ്ലാറ്റ് കത്തിച്ചാമ്പലാകും. അയാള് നേരെ ഫ്ലാറ്റിലേക്ക് എത്തി. ചെറിയ 2 മക്കള് അയാളുടെ അരികിലേക്ക് വന്ന് ചോദിച്ചു, അല്ല ഉപ്പച്ചി ഇന്നെന്താ നേരത്തെ എത്തിയത്? സാധാരണ 4 മണിക്കാണല്ലോ എത്താറുള്ളത്, ഇന്നെന്താ ഉപ്പച്ചി നേരത്തെ എത്തിയത്? ആ കുട്ടികളോട് ആ മനുഷ്യനൊരു മറുപടിയും പറഞ്ഞില്ല. നേരെ റൂമിലേക്ക് കയറി തന്റെ പെട്ടിയിൽ ATM കാർഡും യാത്രക്ക് ആവശ്യമായിട്ടുള്ള വസ്ത്രവും എല്ലാം ഒരുക്കി വെക്കുമ്പോ ഭാര്യ അടുക്കളയിൽ നിന്ന് വന്നിട്ട് ചോദിക്കാണ്, അല്ല മനുഷ്യ എന്താ ആരോടും പറയാത്തൊരു യാത്ര? ഭാര്യയോടും ഒന്നും പറഞ്ഞില്ല. പെട്ടി ഭദ്രമാക്കി അടച്ച് തനിക്ക് ആവശ്യമുള്ളതെല്ലാം അതിൽ കരുതി തിരിച്ചു വരുമ്പോ കൂട്ടുകാര് ചോദിച്ചു, അയൽക്കാര് ചോദിച്ചു, എവിടേക്കാണ് യാത്ര? അവരോടും ഒന്നും പറഞ്ഞില്ല. അയാൾ കൃത്യം മൊബൈലിലേക്ക് നോക്കിയപ്പോ സമയം 1:30. അയാൾ ബൈക്കിൽ കയറി അയാളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് യാത്ര തിരിച്ചു. 2 മണിക്ക് ഫ്ലാറ്റ് കത്തിച്ചാമ്പലായി. നമ്മൾ എന്തു പറയും ആ മനുഷ്യനെ സംബന്ധിച്ച്? ഭാര്യയോട് സ്നേഹമുള്ള, മക്കളോട് സ്നേഹമുള്ള, അയൽക്കാരോട് സ്നേഹമുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നു? ഒരിക്കലുമില്ല. യഥാർത്ഥത്തിൽ ആ മനുഷ്യന്റെ പണിയെടുക്കുന്നവരാണ് പലപ്പോഴും നമ്മൾ. നമുക്കറിയാം, അല്ലാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിച്ചാൽ, കൈകളിൽ ചരട് കെട്ടിയാൽ, അരയിൽ ഏലസ് കെട്ടിയാൽ, തൗഹീദിൽ പോരായ്മകളുണ്ട് എങ്കിൽ അവന് നരകം നിർബന്ധമാണ്, സ്വർഗം നിഷിദ്ധമാണ് എന്ന് നമുക്കറിയാം. നമ്മളേറെ സ്നേഹിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ, നമ്മളേറെ സ്നേഹിക്കുന്ന നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ ചുറ്റുപാടിലും ജീവിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യന്മാർ അവര് നരകത്തിലാണ് എന്ന് നമുക്കറിയാം. പക്ഷെ ഒരിക്കലെങ്കിലും ഒന്ന് പറയാൻ, ഇതാ ഈ പോക്ക് അപകടമാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ആത്മാർത്ഥമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. ഇവിടെ ആയിരക്കണക്കിന് മനുഷ്യന്മാർ തൗഹീദ് എന്താണെന്നറിയാതെ ജാറങ്ങളുടെ മുന്നിലും മഖബറുകളുടെ മുന്നിലും അവിടെ സുജൂദ് ചെയ്യുന്ന ദാരുണമായ രംഗം കാണുമ്പോ അല്ലാഹു അല്ലാത്ത ശേഖന്മാരുടെ മുന്നിലേക്ക് കൈകൾ ഉയർത്തി കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി പ്രാർത്ഥിക്കുന്ന രംഗങ്ങൾ നമ്മുടെ മുന്നിൽ നടക്കുമ്പോ, ഓരോ ദിവസത്തിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള വിദ്യാർത്ഥികൾ ഈ ഉമ്മത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ, ശിർക്കിന് വേണ്ടി ഓരോ ആയത്തുകളും വളച്ചൊടിക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ മുന്നിൽ സംജാതമാകുമ്പോ അതിനെതിരെ ശബ്ദിക്കാനും അതിനെതിരെ പോരാടാനും അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനും ഇവിടെ ആരുമില്ല. അതിനു ചെറിയ സംഘം മാത്രം. ആ സംഘത്തിൽ ചേർന്ന് നിൽക്കാൻ നമുക്ക് സാധിക്കണം. ഈ വലിയ ഇരുട്ട് നിറഞ്ഞ ഈ ഭൂമിയിൽ ഒരു മെഴുകുതിരി വട്ടമാണ് നമ്മുടെ കയ്യിലുള്ളത് എങ്കിലും ആ മെഴുകുതിരി വട്ടം കൊണ്ട് ആയിരക്കണക്കിന് മനുഷ്യന്മാർക്ക് പ്രകാശമേകാൻ നമുക്ക് സാധിക്കണം. ആ മെഴുകുതിരി വട്ടത്തെ, ആ ചെറിയ പ്രകാശത്തെ ഊതിക്കെടുത്തുന്ന അത്തരത്തിലുള്ള പ്രവണതകളിലേക്കല്ല നമ്മൾ പോകേണ്ടത്. അതണയാതെ, അത് കെടാതെ അതിനെ സൂക്ഷിക്കാൻ, അതിൽ ചേർന്ന് നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മൾ മരിച്ചാൽ നമുക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യന്മാരുണ്ടാകണം. നമ്മുടെ ദഅവാ രംഗത്ത് സജീവമായിരുന്ന പല ആളുകളും അവരുടെ മരണ വാർത്തകൾ ഒരു മെസ്സേജായി നമ്മുടെ ഫോണിലേക്ക് എത്തുമ്പോൾ പലപ്പോഴും നമ്മുടെ കണ്ണ് നിറയാറുണ്ട്. അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരുമിച്ചു ചേർന്നവരാണ് നമ്മൾ. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരുമിച്ചു ചേർന്ന ആത്മബന്ധമാണിത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ബന്ധങ്ങൾ നമുക്കും വേണം. നമ്മുടെ മരണവാർത്ത ഒരു SMS ആയി നമ്മുടെ കൂട്ടുകാരുടെ മൊബൈലിലേക്ക് എത്തുമ്പോൾ പടച്ചോനെ പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന, രാത്രി നമസ്കാരങ്ങളിൽ നമുക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന, തളർന്നിരിക്കുന്ന മാതാവിന്റെ അരികിൽ ചെന്ന്, ഉമ്മ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടിയവനാണ്, അള്ളാഹുവിന്റെ ദീൻ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തവനാണ് നിങ്ങളുടെ മകൻ, അതുകൊണ്ട് പ്രയാസപ്പെടേണ്ടതില്ല ഇന്ന് നമ്മുടെ മാതാപിതാക്കളെ സമാധാനിപ്പിക്കാൻ വിഷമിച്ചിരിക്കുന്ന, തളർന്നിരിക്കുന്ന പിതാവിന്റെ അരികിൽ ചെന്നുകൊണ്ട് ഉപ്പാ നിങ്ങളെ വിഷമിക്കേണ്ടതില്ല എന്ന് പറയാൻ, നാളെ പരലോകത്ത് നിങ്ങളുടെ കൈകൾ പിടിച്ചുയർത്താൻ നിങ്ങളുടെ മകനുണ്ടാകുമെന്ന് പറയാൻ നമുക്ക് ആത്മബന്ധങ്ങൾ, അത്തരത്തിലുള്ള സ്നേഹബന്ധങ്ങൾ വേണം. അതുകൊണ്ട് സഹോദരന്മാരെ, സ്നേഹം അള്ളാഹുവിന്റെ മാർഗത്തിലാവുക. ഈ പ്രബോധന രംഗത്ത് പരസ്പരം സ്നേഹിച്ചുകൊണ്ട് തളരാതെ പതറാതെ മുന്നോട്ടു പോകാൻ നമുക്ക് സാധിക്കണം. ഇതിനെ വിമർശിക്കുന്നവർക്കും ഇതിനെതിരെ ശബ്ദമുയർത്തുന്നവർക്കും പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വിലങ്ങുതടിയാകുന്നവർക്കും ഈ സ്നേഹബന്ധത്തിന്റെയും ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ ആളുകൾക്കിടയിൽ ഉണ്ടാകുന്ന പരിവർത്തനങ്ങളും ഒരുപക്ഷെ അറിഞ്ഞുകൊള്ളണമെന്നില്ല. വലിയ മാറ്റങ്ങളാണ് പലപ്പോഴും പറയുവാനുള്ളത്.
അതുകൊണ്ട് സഹോദരന്മാരെ, ശക്തമായി പ്രബോധന രംഗത്ത് നമ്മൾ ഉണ്ടാകണം. വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, തീർച്ചയായും മനുഷ്യരെല്ലാം തീരാ നഷ്ടത്തിലാണ്. ആ നഷ്ടത്തിൽ നിന്ന് പിന്മാറണമെങ്കിൽ, അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അല്ലാഹു തആല വെച്ച 4 നിബന്ധനകളുണ്ട്. സൽക്കർമ്മം നമ്മുടെ ഭാഗത്ത് വേണം. അതേ രൂപത്തിൽ വിശ്വാസം നമ്മുടെ ഭാഗത്ത് ക്ലിയർ ആയിരിക്കണം. നമ്മൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യണം. അതോടൊപ്പം പ്രബോധന രംഗത്തുണ്ടാകുന്ന പ്രതിസന്ധികളിൽ, പ്രയാസങ്ങളിൽ ക്ഷമിക്കാൻ, സഹിക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ടതുണ്ട്. ആയിരക്കണക്കിന് മനുഷ്യന്മാർ ശിർക്കിനെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി, വിദഅത്തുകളെ സ്ഥാപിക്കുന്നതിന് വേണ്ടി കച്ചകെട്ടി ഇറങ്ങുമ്പോൾ തൗഹീദിന്റെ പ്രകാശമായി, സുന്നത്തിന്റെ വാഹകനായി ഈ സമൂഹത്തിൽ ഞാൻ ഉണ്ടാകുമെന്ന് തീരുമാനിക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം സഹോദരന്മാരെ സാധിക്കേണ്ടതുണ്ട്. പലപ്പോഴും ഇതിന്റെ വില നമുക്ക് മനസ്സിലായിട്ടില്ല. നമ്മൾ കാരണം ഒരാൾ നന്മയിലെത്തിയാൽ, നമ്മൾ കാരണം ഒരാളുടെ ജീവിതത്തിൽ നിന്ന് ഒരു തിന്മ മാറിയാൽ എത്ര പ്രതിഫലമാണ് സഹോദരന്മാരെ റബ്ബ് നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ അലി റളിയല്ലാഹു അൻഹു വിളിച്ചുകൊണ്ട് പറഞ്ഞില്ലേ, അലി ചുവന്ന ഒട്ടകത്തേക്കാൾ. അറബികൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഉദാഹരണമാണ്. അവരേറെ വില കരുതിയിരുന്ന ആ ചുവന്ന ഒട്ടകം, അതിനേക്കാൾ നിനക്കുത്തമം അലി, നീ കാരണം ഒരാൾ നന്മയിലേക്ക് വരുന്നതാണ്, ഈ സത്യമാർഗത്തിലേക്ക് വരുന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിടവാങ്ങൽ പ്രസംഗത്തിൽ 100,000-ലധികം സ്വഹാബാക്കൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇസ്ലാം മതം പൂർണ്ണമായി എന്ന് അവിടെ വെച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ സ്വഹാബാക്കൾ വ്യത്യസ്ത തലങ്ങളിലാണ് ആ ആയത്തിനെ മനസ്സിലാക്കിയത്. എന്നാൽ ഏറെ പ്രായം ചെന്ന ഒരു മനുഷ്യൻ ആ സമയത്ത് കരയുകയാണ്. സ്വഹാബാക്കൾ പറയുന്നു, ഉൻദുർ ഇലാ ഹാദ ശൈഖ്, ആ വൃദ്ധനായ മനുഷ്യനിലേക്ക് നിങ്ങൾ നോക്കൂ. എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം കരയുന്നത്? ഇസ്ലാം മതം പൂർണ്ണമായെങ്കിൽ അതിനെന്ത് കാരണത്താലാണ് അദ്ദേഹം കരയുന്നത്? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു ആ കരഞ്ഞ മനുഷ്യൻ. അദ്ദേഹം പറഞ്ഞു, ഇസ്ലാം പൂർണ്ണമായെങ്കിൽ കമാലിന് ശേഷം നുക്സാൻ അഥവാ കുറവാണ്, തിരിച്ചുപോക്കാൻ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏൽപ്പിച്ച ദൗത്യം അദ്ദേഹം പൂർത്തീകരിച്ചു കഴിഞ്ഞു. അള്ളാഹുവിന്റെ റസൂൽ നമ്മളെ വിട്ട് യാത്ര തിരിക്കുവാനുള്ള സമയമായി എന്ന് മഹാനായ സ്വഹാബിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. അതിനുശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ഉപദേശങ്ങൾ സ്വഹാബാക്കളെ കേൾപ്പിച്ചു. അവസാനമായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ഒരുമിച്ച് കൂടിയ സ്വഹാബാക്കളോടായി പറഞ്ഞു, ബല്ലിഗു അന്നി വലൗ ബിആയ, ഒരു ആയത്താണ് നിങ്ങൾ കേട്ടതെങ്കിൽ ആ ആയത്തെങ്കിലും നിങ്ങൾ എത്തിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ, ഇവിടെ സാക്ഷിയുള്ള ആളുകൾ ഇവിടെ സാക്ഷിയില്ലാത്ത ആളുകൾക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് സ്വഹാബാക്കൾ യാത്ര തിരിക്കുകയാണ്. ഇന്ന് മക്ക മുഴുവൻ നോക്കിയാലും 2000-ൽ താഴെ സ്വഹാബാക്കളുടെ ഖബറുകളെ നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. മദീനയിൽ 10,000-ൽ താഴെ സ്വഹാബാക്കളുടെ ഖബറുകളെ നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ 1,00,000-ലധികം വരുന്ന സ്വഹാബാക്കൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് എങ്കിൽ ആ ബാക്കി വരുന്ന സ്വഹാബാക്കളുടെ ഖബറുകൾ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലാണ്. മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞയച്ചത് യമനിലേക്കാണ്. മുആദെ, അഹ്ലി കിതാബിന്റെ അരികിലേക്കാണ് നീ പോകുന്നത്, അവിടെ ചെന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ റസൂലെ വീട്ടിലെ ഭാര്യ ഒറ്റക്കാണ്, റസൂലെ വീട്ടിലെ ചെറിയ മക്കളാണ്, വീടിന്റെ പണി തുടങ്ങിയിട്ടേ ഉള്ളൂ, അതൊന്ന് പൂർത്തിയാക്കിയിട്ട് പോകാം എന്നല്ല മഹാനായ സ്വഹാബി മറുപടി നൽകിയത്. യമനിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോ യാതൊരുവിധ പ്രയാസവും കൂടാതെ തന്റെ നാട് വിട്ട്, കൂട്ടുകാരെ വിട്ട്, കുടുംബക്കാരെ വിട്ട് എല്ലാം ഇട്ടെറിഞ്ഞുകൊണ്ട് പ്രബോധനമെന്ന വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് മഹാനായ സ്വഹാബി യമനിലേക്ക് യാത്ര തിരിക്കുകയാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മുആദേ ലഅല്ലക തമുറു ബൈന ഖബരി, യമനിലെ ദഅവത്ത് കഴിഞ്ഞ് നീ തിരിച്ചു വരുമ്പോ ഈ മുഹമ്മദിന്റെ ഖബറിനരികിലൂടെയായിരിക്കും നീ വരിക. ഇനി ഒരിക്കൽ കൂടി ഒന്ന് പരസ്പരം കണ്ടുമുട്ടാൻ, ഇനി ഒരിക്കൽ കൂടി ഒന്ന് ഒന്നിച്ചിരിക്കാൻ മുആദേ കഴിയുകയില്ല. യമനിലെ നിന്റെ പ്രബോധനം കഴിഞ്ഞ് നീ തിരിച്ചു വരുമ്പോ എന്റെ ഖബറിനരികിലൂടെയായിരിക്കും നീ വരികയെന്ന് പറഞ്ഞപ്പോ ഒരുപക്ഷെ ആ ഒരു വൈകാരിക രംഗം പറഞ്ഞറിയിക്കാൻ എനിക്ക് സാധ്യമല്ല. അല്ലാഹുവിന്റെ റസൂലിനെ കാണാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചിട്ടില്ല. റസൂലിന്റെ ചുണ്ടിൽ നിന്ന് ദീനു പഠിക്കാനുള്ള ഭാഗ്യം റബ്ബ് നമുക്ക് നൽകിയിട്ടില്ല. സ്വഹാബാക്കളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ കഴിയുന്നതാണ് അവരേറെ ഇഷ്ടപ്പെടുന്നത്. റസൂലില്ലാത്തൊരു നിമിഷം അവർക്ക് ചിന്തിക്കുക സാധ്യമല്ല. ഉഹദിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണപ്പെട്ടു എന്ന വാർത്ത കേട്ടപ്പോ ചില ആളുകൾ വാൾ വലിച്ചെറിയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ മരണപ്പെട്ടുവെങ്കിൽ, റസൂൽ വഫാത്തായി എങ്കിൽ ഇനി ഈ ഭൂമിയിൽ ഞങ്ങളുമില്ല എന്ന് പറഞ്ഞ് ഭ്രാന്തന്മാരെ പോലെ സ്വഹാബാക്കൾ നടക്കുകയാണ്. ചരിത്രം നമുക്കറിയാം.
ആ സ്വഹാബിയോടാണ് പറയുന്നത്, അതെ ഇനി ഒരിക്കൽ കൂടി ഒന്ന് കാണാനും ഒന്നിച്ചിരിക്കാനും എന്റെ ചുണ്ടിൽ നിന്ന് ദീന് പഠിക്കാനും അതെ കഴിയുകയില്ല എന്ന് പറയുമ്പോഴും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ ചേർത്ത് പിടിച്ച് റസൂലിനോട് അവസാനമായി സലാം പറഞ്ഞ് യമനിലേക്ക് മഹാനായ സ്വഹാബിയെ പോകുവാൻ പ്രേരിപ്പിച്ച ഘടകം ഇതൊരു വലിയ അമാനത്താണ് എന്ന തിരിച്ചറിവാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ആത്മാർത്ഥമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്. നമ്മൾ നമ്മുടെ കുടുംബവും നമ്മുടെ കച്ചവടവും നമ്മുടെ ദുനിയാവും അങ്ങനെ ഒരു ഇട്ടാവട്ടത്തിൽ ഒതുങ്ങിക്കൂടേണ്ടവരല്ല. ഒരു വലിയ സത്യം നമ്മൾ മനസ്സിലാക്കിയവരാണ്. ഇതറിയാത്ത ആയിരക്കണക്കിന് മനുഷ്യന്മാർ നമ്മുടെ ചുറ്റുപാടുകളിലും ജീവിക്കുന്നുണ്ട്. അവർക്ക് ഇത് എത്തിച്ചു കൊടുക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ടതുണ്ട്. മക്കള് ഗൾഫിൽ നിന്നെത്തിയാൽ ഓരോ പൊതിയാക്കി ഭക്ഷണം എല്ലാ ഭാഗത്തും നമ്മൾ എത്തിക്കും. വീട്ടിൽ നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ അയൽവാസികളെ വീട്ടിലും മൂത്താപ്പാന്റെ വീട്ടിലും കുടുംബക്കാരെ വീട്ടിലും എല്ലായിടത്തും നമ്മൾ എത്തിക്കും. എല്ലാവരെയും നമുക്കിഷ്ടമാണ്, അവരോടൊക്കെ നമുക്ക് ഒരുപാട് സ്നേഹമുണ്ട്. പക്ഷെ സ്വർഗം നിർബന്ധമാക്കുന്ന, നരകം നിഷിദ്ധമാക്കുന്ന ഈ വലിയ സമ്മാനം, തൗഹീദ് എന്ന സമ്മാനം എത്ര പേർക്ക് എത്തിച്ചു കൊടുക്കുവാൻ സഹോദരന്മാരെ നമുക്ക് സാധിച്ചു? നമ്മൾ ഏറെ സ്നേഹിക്കുന്ന മാതാപിതാക്കൾ പോലും ഇന്നും വിഗ്രഹങ്ങളോടും ഇന്നും ജാരങ്ങളോടും ഇന്നും മക്ബറകളോടും പ്രാർത്ഥിക്കുന്നവരാണ് എങ്കിൽ അവർക്ക് സ്വർഗം നിഷിദ്ധമാണ്, നരകം നിർബന്ധമാണ്. പക്ഷേ ഒന്ന് പറയാനുള്ള മനസ്സ് നമുക്ക് വന്നിട്ടുണ്ടോ? ആത്മാർത്ഥമായി ചിന്തിക്കേണ്ട വിഷയമാണ്. അവസാനമായി സ്വർഗത്തിലേക്ക് വരുന്ന മനുഷ്യനെ സംബന്ധിച്ച് ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ആ മനുഷ്യൻ കറുത്തിരണ്ട രൂപവുമായി നെഹ്റുൽ ഹയാത്ത് എന്ന നദിയിലേക്ക് കൊണ്ടുവരും. അവിടെ വെച്ച് സുന്ദരമായ രൂപം അല്ലാഹു തആല നൽകും. ആ മനുഷ്യൻ റബ്ബിനോട് ചോദിക്കും, റബ്ബേ നിന്റെ സ്വർഗം കാണാൻ വലിയ ആഗ്രഹമുണ്ട്, ആ സ്വർഗം ഒന്ന് കാണിച്ചു നൽകണേ. അല്ലാഹു തആല ആ മനുഷ്യന് സ്വർഗം കാണിച്ചു കൊടുക്കും. ആ സ്വർഗം കാണുന്ന സമയത്ത് ആ മനുഷ്യൻ വീണ്ടും ആവശ്യപ്പെടുകയാണ് സ്വർഗത്തിലെ സുന്ദരമായിട്ടുള്ള സുഖ സൗകര്യങ്ങൾ. റഹ്മാനായ റബ്ബ് ജീവിതത്തിൽ സകല തിന്മകളിലും മതിമറന്ന ആ മനുഷ്യനെ, അവസാനമായി സ്വർഗത്തിൽ കിടക്കുന്ന മനുഷ്യനെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചിട്ട് പറയാണ്, ചെല്ല്, നിനക്ക് വേണ്ടത് നീ എടുത്തുവാ. ആ മനുഷ്യൻ തിരിച്ചു വന്നിട്ട് പറയാണ്, റബ്ബേ ഖദ് മലഅ, ആ സ്വർഗം നിറക്കപ്പെട്ടിട്ടുണ്ട്, ഒരു സ്ഥലം പോലും പടച്ചോനെ അവിടെ എനിക്ക് കാണുന്നില്ല. അല്ലാഹു തആല വീണ്ടും പറഞ്ഞയക്കുമെന്നാണ്. വീണ്ടും ആ മനുഷ്യൻ തിരിച്ചു വരും. വീണ്ടും അല്ലാഹു തആല പറഞ്ഞയക്കും. വീണ്ടും തിരിച്ചു വരും. റഹ്മാനായ റബ്ബ് അവസാനം സ്വർഗത്തിൽ കിടക്കുന്ന ആ മനുഷ്യന് പോലും വലിയ സുഖ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുമെന്ന് ഇസ്ലാമിക പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുമ്പോ ആ സമയത്തും നരകത്തിന്റെ അടിത്തട്ടിൽ കഴിയുന്ന ചില ആളുകളുണ്ട്. അവസാനത്തെ മനുഷ്യൻ സ്വർഗത്തിൽ കിടന്നാലും നരകത്തിന്റെ അടിത്തട്ടിൽ കത്തി എരിയുന്നൊരു കൂട്ടർ, അവർക്ക് സ്വർഗം നിഷിദ്ധമാണ്, സ്വർഗത്തിന്റെ ഗന്ധം നിഷിദ്ധമാണ്. ഒരു തവണ പോലും സ്വർഗം കാണാൻ കഴിയാതെ നരകത്തിന്റെ അടിത്തട്ടിൽ കഴിയേണ്ട ഹതഭാഗ്യവാന്മാരാണ് അവർ. അവർക്ക് കഴിക്കുവാനുള്ളത് വിശന്നു വലയുമ്പോൾ, ദാഹിക്കുമ്പോൾ അവർ ചോദിക്കും, ഒരു തുള്ളി വെള്ളം നൽകണേ. ഹിസ്ലീൻ എന്ന പാനീയം അവരെ കുടിപ്പിക്കും. രക്തവും ചലവും കൂടിക്കലർന്ന വ്യഭിചാരികളുടെ ശരീരത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന വൃത്തികെട്ട ഒരു തരം ദ്രാവകം, അത് തിളച്ചുമറിയുന്ന ഹിസ്ലീൻ എന്ന പാനീയം അവരെ കുടിപ്പിക്കും. അവരുടെ തലയോട്ടികൾ ഉരുകിയൊലിക്കുമെന്ന് പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. കടിക്കുവാനുള്ളത് സക്കൂമെന്ന കായകളായിരിക്കും. അവസാനത്തെ മനുഷ്യൻ സ്വർഗത്തിൽ കടന്നാലും നരകത്തിന്റെ അടിത്തട്ടിൽ കഴിയുന്നവർ, അവർ കൈകളിൽ ചരട് കെട്ടിയവരാണ്, അരയിൽ ഏലസ് കെട്ടിയവരാണ്. യാ അല്ലാ എന്ന് വിളിക്കേണ്ടതിനു പകരം മുഹിയുദ്ദീൻ ഷെയ്ഖിനോടും ദിഫായി ഷെയ്ഖിനോടും ബദരീങ്ങളോടും അതേ രൂപത്തിൽ മഹാന്മാരോട് വിളിച്ചു പ്രാർത്ഥിച്ചവരാണ്. വിശ്വാസത്തിൽ ശിർക്ക് കലർന്നു വന്നവരാണ്. സഹോദരന്മാരെ, നമ്മൾ ഏറെ സ്നേഹിക്കുന്ന നമ്മുടെ കൂട്ടുകാരിൽ പലരും, നമ്മൾ ഏറെ സ്നേഹിക്കുന്ന നമ്മുടെ അയൽക്കാരിൽ പലരും, നമ്മുടെ കൂടെ കച്ചവടം ചെയ്യുന്നവർ, നമ്മുടെ കൂടെ ഇരുന്ന് പഠിക്കുന്നവർ, അവർ നരകത്തിലാണ് എന്നറിഞ്ഞിട്ടും ഒരു തവണയെങ്കിലും ഒന്ന് പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നിസ്സാരമായിട്ടുള്ളൊരു വിഷയമല്ല സഹോദരന്മാരെ. ചിലപ്പോ ചെറിയ കുട്ടികളൊക്കെ മെഴുകുതിരിയിൽ ഇങ്ങനെ കൈവച്ച് കളിക്കാറുണ്ട്. അവര് പറയും, ഞാന് തീയിൽ കൈയിടുന്നത് നോക്കൂ അല്ലെ, അങ്ങനെ അവർ കളിക്കാറുണ്ട്. 2-3 സെക്കൻഡ് പോലും ആ മെഴുകുതിരിയിലൊന്ന് കൈവെക്കാൻ ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സാധിക്കില്ല. എന്നാൽ അതിനേക്കാൾ ശക്തമാണ് റബ്ബിന്റെ നരകം, കറുകറുത്ത നരകം, മനുഷ്യന്റെ തലയോട്ടികളെ കരിച്ചു കളയുന്ന നരകം. വമാ അദ്റാക മാ സഖർ ലാ തുബ്ഖി വലാ തദർ ലവാഹത്തുൽ ലിൽ ബശർ. മനുഷ്യന്റെ തലയോട്ടികളെ കരിച്ചു കളയുന്ന, മനുഷ്യന്റെ രൂപം മാറ്റിക്കളയുന്ന ആ ഭീകരമായ നരകം, അത് തമാശയല്ല സഹോദരന്മാരെ. അതുകൊണ്ട് ഒരു പ്രബോധകനെ സംബന്ധിച്ചിടത്തോളം ഗുണകാംക്ഷയായിരിക്കണം. മുഴുവൻ മനുഷ്യരോടും അടങ്ങാത്ത നസീഹത്തായിരിക്കണം. ഒരാൾ പോലും സ്വർഗത്തിൽ നിന്ന് നഷ്ടപ്പെട്ടുകൂടാ. ഞാൻ സ്നേഹിക്കുന്നവരെല്ലാം ആ കത്തിയാളുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന ഗുണകാംക്ഷയായിരിക്കണം.
അതുകൊണ്ട് സഹോദരന്മാരെ, ആത്മാർത്ഥമായി സൂചിപ്പിക്കുകയാണ്, ആ ഒരു തലത്തിലേക്ക് മാറാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കണം. അദ്ദീനു അന്നസീഹ, മതമെന്ന് പറഞ്ഞാൽ ഗുണകാംക്ഷയാണ്. നമുക്ക് വിദ്വേഷമില്ല, നമുക്ക് വൈരാഗ്യമില്ല. പ്രബോധനം എന്ന് പറഞ്ഞാൽ വാശി തീർക്കലല്ല, ദഅവത്ത് എന്ന് പറഞ്ഞാൽ കടിപിടി കൂടലല്ല. നേരെ മറിച്ച് ആയിരക്കണക്കിന് ആളുകൾ ഇന്നും അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ച വിശ്വാസത്തിൽ നിന്ന് വഴിമാറിപ്പോകുമ്പോൾ അവർക്ക് സ്വർഗം നഷ്ടമാണല്ലോ, അവര് നരകത്തിലേക്കാണല്ലോ എന്ന പ്രയാസമായിരിക്കണം ഒരു പ്രബോധകന്റെ മനസ്സിൽ. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം തന്റെ വാഹനപ്പുറത്ത് യാത്ര ചെയ്യുമ്പോൾ ഒരു ക്രിസ്ത്യൻ പുരോഹിതനെ കാണുകയാണ്. ഏറെ പ്രായം ചെന്ന് ശരീരം ചുക്കിച്ചൊളിഞ്ഞ ആ വൃദ്ധനായ മനുഷ്യനെ കണ്ടപ്പോ റോമും പേർഷ്യയും അടക്കി ഭരിക്കുന്ന ഖലീഫ ഉമറിന്റെ കണ്ണുകൾ നനയുകയാണ്. സ്വഹാബാക്കളുടെ ചോദ്യം, ഉമർ എന്തിന് താങ്കൾ കരയണം? എന്താണ് മനസ്സിലൊരു ബേജാർ, എന്താണ് ഒരു പ്രയാസം? അദ്ദേഹം പറഞ്ഞു, പരിശുദ്ധ ഖുർആനിലെ 4 ആയത്തുകൾ എന്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. ഹൽ അതാക ഹദീസുൽ ഗാശിയ വജൂഹു യൗമഇദിൻ ഖാശിഅ ആമിനത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ. പരിശുദ്ധ ഖുർആനിലെ 4 ആയത്തുകൾ ആ വൃദ്ധനായ തന്റെ ജീവിതത്തിലെ ഏറെ സുന്ദരമായിട്ടുള്ള വൈവാഹിക നിമിഷങ്ങളെപ്പോലും നാളത്തെ വിജയത്തിന് വേണ്ടി മാറ്റിവെച്ച, ഏറെ പണിയെടുത്ത ഈ വാർദ്ധക്യത്തിന്റെ സമയത്തും സ്വർഗം കൊതിച്ചുകൊണ്ട് പണിയെടുക്കുന്ന ഈ മനുഷ്യൻ, ആ മനുഷ്യനെ കണ്ടപ്പോ ഞാൻ ആലോചിക്കുകയാണ്, നാളെ പരലോകത്ത് വരുന്ന ചില ആളുകൾ, ആ ഭീകരമായ ദിവസത്തിലെത്തുന്ന ചില ആളുകൾ പണിയെടുത്തവരാണവർ, കഷ്ടപ്പെട്ടവരാണവർ. പക്ഷേ നാളെ നരകമാണല്ലോ അവർക്ക്. ആ ആയത്തുകളാണ് മഹാനായ സ്വഹാബിയെ കരയിപ്പിച്ചത് എങ്കിൽ, സഹോദരന്മാരെ, ജാറങ്ങളിൽ ചെന്ന് തലകുനിക്കുന്ന ഒരു മുസ്ലിമിനെ കാണുമ്പോ, അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന ഒരു മുസ്ലിമിനെ കാണുമ്പോ, ഏറെ പ്രയാസപ്പെട്ട് തലയിൽ ഭാണ്ഡങ്ങളുമായി ശബരിമലയിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു ഹൈന്ദവ സുഹൃത്തിനെ കാണുമ്പോ മനസ്സ് പിടക്കണം, മനസ്സിൽ പ്രയാസം ഉണ്ടാകണം. ആത്മാർത്ഥമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലാതെ വാശി തീർക്കലോ വൈരാഗ്യം തീർക്കലോ, അവര് പ്രോഗ്രാം വെച്ചാൽ നമ്മൾ മറുപടി പറയണം, ആ രൂപത്തിലേക്കല്ല നമ്മുടെ പ്രബോധനം മാറിപ്പോകേണ്ടത്. ധിക്കാരിയായ ഫിർഔനിന്റെ കൊട്ടാരത്തിലേക്ക് പോകുമ്പോ പടച്ചറബ് മൂസാ നബി അലൈഹി ഇസ്ലാമിനെ വിളിച്ചുകൊണ്ട് പറയുന്നത്, മൂസ നിങ്ങൾ ഫിർഔനിന്റെ കൊട്ടാരത്തിലേക്ക് പോകണം. ഇന്നഹു തഗാ, അതിക്രമിയായ ധിക്കാരിയായ അന റബ്ബുകുമുൽ അഅ്ലാ, ഞാനാണ് ഉന്നതനായ റബ്ബെന്ന് പ്രഖ്യാപിച്ച ആ ഫിർഔനിന്റെ കൊട്ടാരത്തിലേക്ക് അവിടെ ചെന്ന് ഖൗലൻ ലയ്യിന, സൗമ്യമായി കൊണ്ട് പറയണം, സൗമ്യമായി കൊണ്ട് സംസാരിക്കണം. അങ്ങനെ സംസാരിച്ചാൽ ഒരുപക്ഷെ അവൻ ഭയപ്പെട്ടേക്കാം, അവൻ ഖേദിച്ചു മടങ്ങിയേക്കാം. അതുകൊണ്ട് പ്രബോധകന്മാരുടെ സംസാരം ഗുണകാംക്ഷയോട് കൂടിയിട്ടായിരിക്കണം. ആ ഒരു ചിന്തയിലേക്ക് മാറാൻ നമുക്ക് സാധിക്കണം. അതോടൊപ്പം സഹോദരന്മാരെ, ഒരിക്കലും പ്രയാസമില്ലാത്ത, പ്രശ്നങ്ങളേൽക്കാത്ത, പരിക്കുപറ്റാത്ത ഒരു പ്രബോധന ജീവിതം നമ്മൾ മനസ്സിൽ കാണേണ്ടതില്ല. പ്രബോധന രംഗത്തിറങ്ങിയിട്ടുണ്ടോ, കല്ലേറുകളും പരിഹാസങ്ങളും കൂക്കുവിളികളും നമ്മളെ തേടിയെത്തും. അവിടെ തളരാതെ പതറാതെ ആദർശ രംഗത്തുറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കണം. മഹാനായ ഉമർ ഖത്താബ് അദ്ദേഹത്തിന്റെ സുബഹ് നമസ്കാരത്തിന് വേണ്ടി എഴുന്നേറ്റ് നിന്ന് സൂറത്തുൽ യൂസുഫിലെ മനോഹരമായ ആയത്തുകളിലൂടെ കടന്നുപോയപ്പോ അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഈറനണിഞ്ഞിട്ടുണ്ട്. സ്വഹാബാക്കൾ പറയുകയാണ്, അദ്ദേഹത്തിന്റെ കരച്ചിൽ പിറകിലത്തെ സോഫിൽ ഞങ്ങൾ കേട്ടിരുന്നു. ഫൈറൂസ് അബൂ ലുഅ്ലു എന്നു പേരുള്ള മജൂസി അദ്ദേഹത്തിന്റെ വയറ്റിലേക്ക് കടാര കുത്തിയിറക്കുകയാണ്. ഒരൽപ്പം വെള്ളമോ പാലോ കൊടുത്താൽ കുടൽമാലയിലൂടെ വെള്ളം പുറത്തേക്ക് വരുന്ന ഭീകരമായിട്ടുള്ള രംഗം. അദ്ദേഹത്തെ ക്രൂരമായി കൊണ്ട് കൊലപ്പെടുത്തുകയാണ് ഇസ്ലാമിന്റെ ശത്രുക്കൾ ചെയ്തിട്ടുള്ളത്. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ വീട് അക്രമകാരികൾ വളയുകയാണ്. അദ്ദേഹത്തിന്റെ താടിക്ക് പിടിച്ചു, താഴേക്ക് വലിച്ചിട്ടു. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയാണ്. ആ ഖുർആനിൽ അദ്ദേഹത്തിന്റെ രക്തപ്പാടുകൾ കാണാമായിരുന്നു എന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ നെഞ്ചകത്ത് കയറിയിരുന്നു കൊണ്ട് അക്രമകാരികൾ കടാര കുത്തിയിറക്കുമ്പോൾ അവര് പറയുന്നത്, സലാസത്തുല്ലില്ല, ഉസ്മാൻ 3 തവണ നിന്റെ നെഞ്ചകത്തേക്ക് കടാര ഞങ്ങൾ കുത്തിയിറക്കിയത് പടച്ച റബ്ബിന് വേണ്ടിയിട്ടാണ്. 6 തവണ നിന്റെ വയറ്റത്തേക്ക് കടാര ഞങ്ങൾ കുത്തിയിറക്കിയത് നിന്നോടുള്ള വൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉസ്മാൻ. ഒരാളും പ്രയാസങ്ങളില്ലാതെ പരിക്കേൽക്കാതെ പ്രബോധന രംഗത്ത് ജീവിച്ചിട്ടില്ല. 40 വയസ്സുവരെ മക്കക്കാർ റസൂലിനെ വിളിച്ചത് അൽ അമീൻ എന്നാണ്, വിശ്വസ്തൻ. 40 വയസ്സ് കഴിഞ്ഞപ്പോ
പേരുമാറി കദ്ദാബ്, പെരുങ്കള്ളൻ എന്നാണ്. നമ്മൾ അയൽവാസികളും കൂട്ടുകാരൊക്കെ ഒരു കള്ളനാണ് എന്ന കണ്ണോടുകൂടി നമ്മളെ നോക്കുമ്പോ മനസ്സിൽ എത്ര പ്രയാസം ഉണ്ടാകും. ആ സമൂഹത്തിലേക്ക് ഇറങ്ങി അവര് സ്വർഗത്തിലെത്തണം, ഒരാൾ പോലും നരകത്തിൽ കടക്കരുത് എന്ന അടങ്ങാത്ത ഗുണകാംക്ഷയുമായി രാപ്പകലുകൾ വ്യത്യാസമില്ലാതെ പ്രബോധനം നടത്തിയപ്പോ കള്ള എന്നാണ് അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചത്. നമ്മുടെ കൂട്ടുകാരും അയൽക്കാരും നമ്മുടെ ചുറ്റും കൂടി ഭ്രാന്ത എന്ന് വിളിച്ചാൽ, മജ്നൂൻ എന്ന് നമ്മളെ വിളിച്ചാൽ നമുക്കുണ്ടാകുന്ന ഒരു പ്രയാസമുണ്ട്. അല്ലാഹുവിന്റെ റസൂലിനെ അവർ വിളിച്ചത് മജ്നൂൻ, ഭ്രാന്ത എന്നാണ്. ഏറെ സങ്കടമുണ്ടാകുന്ന, മനസ്സു കിടക്കുന്ന രംഗമാണ് മക്കള് മരണപ്പെടുന്ന സമയം. നമ്മളെ വീട്ടിലൊരു മരണം നടന്നാൽ കൂട്ടുകാരെത്തും, കുടുംബക്കാരെത്തും, അയൽക്കാരെത്തും. സാന്ത്വനിപ്പിക്കാനും സമാധാനിപ്പിക്കാനും ആളുകളുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിലും മരണം നടന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയും എത്തിയിട്ടുണ്ട് കുടുംബക്കാർ, അവിടെയും എത്തിയിട്ടുണ്ട് കൂട്ടുകാർ. അവർക്ക് പറയാനുള്ളത്, മുഹമ്മദേ, അബുത്തർ നിന്റെ വേരറ്റുപോയി മുഹമ്മദേ, ഒരാളാലും അറിയപ്പെടാതെ നീ നശിച്ചു തീരുക തന്നെ ചെയ്യും മുഹമ്മദേ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഏറെ പ്രയാസപ്പെടുത്തിയവർ. അതുകൊണ്ട് സഹോദരന്മാരെ, പ്രബോധന രംഗത്ത് പ്രയാസങ്ങളില്ലാതെ, പ്രബോധന രംഗത്ത് പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകുവാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കുമെന്ന് കരുതേണ്ടതില്ല. അതുകൊണ്ട് ശക്തമായി പ്രബോധന രംഗത്ത് ഉറച്ചു നിൽക്കുക തന്നെ വേണം. മനുഷ്യര് കരുതുന്നുണ്ടോ അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നതോടുകൂടി പിന്നൊരു ഫിത്നയില്ല, പിന്നൊരു പരീക്ഷണമില്ല. നമ്മൾ പ്രോഗ്രാം വെക്കുന്നു, ആളുകൾ തടിച്ചുകൂടുന്നു, ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്നു. അങ്ങനെ ഒരു വലിയ ആൾക്കൂട്ടമായി ഒരു പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇല്ലാതെ അങ്ങനെ സുന്ദരമായ ജീവിതം നയിക്കാം എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? വല്ലാത്തൊരു ചോദ്യമാണ്. അല്ല, ശക്തമായ ഫിത്നകൾ കൊണ്ടുവരിക തന്നെ ചെയ്യും, ശക്തമായ പരീക്ഷണങ്ങൾ കൊണ്ടുവരിക തന്നെ ചെയ്യും. നിങ്ങളുടെ മുൻഗാമികളെ പരീക്ഷിച്ച രൂപത്തിൽ ഈർച്ചവാളുകൾ കൊണ്ട് രണ്ടായി പിളർത്തിയവർ, തിളച്ചുമറിയുന്ന എണ്ണയിലേക്ക് വലിച്ചെറിയപ്പെട്ടവർ, കൈകാലുകൾ വിപരീതമായി ഛേദിക്കപ്പെട്ടവർ നമ്മുടെ മുൻഗാമികളിലുണ്ട് എങ്കിൽ അതേ ഫിത്ന, അതേ പരീക്ഷണം ഈ ഉമ്മത്തിനും ബാധകമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോ, എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോ ഇനി ഞാനൊന്നിനില്ല, ഇനി എന്റെ കുടുംബം, എന്റെ തഖ്വ, എന്റെ നിസ്കാരം ഞാൻ എങ്ങനെ ഒതുങ്ങിക്കൂടുന്നു എന്ന് തീരുമാനിക്കേണ്ടവരെല്ലാം ആ പരീക്ഷണങ്ങളിൽ പതറാതെ തളരാതെ പ്രബോധന രംഗത്തുറച്ചു നിൽക്കാൻ. അർക്കമിന്റെ വീട്ടിൽ സഹാബാക്കൾ ഒരുമിച്ച് കൂടിയിട്ടുള്ള വല്ലാത്തൊരു രംഗമുണ്ട്. വല്ല ശബ്ദവും കേട്ടാൽ അവർ റസൂലിന്റെ അരികിലേക്ക് ചേർന്നിരിക്കും. കാരണം ഞങ്ങളുടെ റസൂലിനെ ആരെങ്കിലും ആക്രമിക്കാൻ വരുന്നുണ്ടോ, ഞങ്ങൾ ഏറെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ റസൂലിനെ ആരെങ്കിലും ആക്രമിക്കാൻ വരുന്നുണ്ടോ, അവർ റസൂലിന്റെ അരികിലേക്ക് ചേർന്നിരിക്കും. അന്ന് അവിടെ കൂടിയിട്ടുള്ള ഏതാനും ചില ആളുകൾ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളുമായി യാത്ര തിരിച്ചു. ഇന്ന് എവിടെ ഇസ്ലാമിക പ്രബോധനങ്ങൾ നടക്കുന്നുവെങ്കിലും അതിന്റെയൊക്കെ ഒരു പ്രതിഫലം അവർക്ക് ലഭിക്കുന്നുവെന്നാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ കാരണം ഒരുപാട് ആളുകൾ നന്മയിലേക്ക് വരണം. മഹാന്മാരായ പ്രവാചകന്മാരെല്ലാം രാപ്പകലുകൾ വ്യത്യാസമില്ലാതെ അവർ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടേയിരുന്നു. ഒരാളെപ്പോലും ലഭിക്കാത്ത പ്രവാചകന്മാരുണ്ട്, സ്വന്തം കുടുംബം മാത്രം സ്വീകരിച്ച പ്രവാചകന്മാരുണ്ട്, അതേ രൂപത്തിൽ തന്നെ കൊല ചെയ്യപ്പെട്ട പ്രവാചകന്മാരുണ്ട്. അങ്ങനെ പ്രവാചകന്മാരുടെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുവെങ്കിൽ ആ ഒരു പ്രബോധന രംഗത്ത് ശക്തമായി കൊണ്ട് തന്നെ നിലനിൽക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ടതുണ്ട്. പലപ്പോഴും ദഅവത്ത് വലിയ പണ്ഡിതന്മാര് മാത്രം ചെയ്യേണ്ടവരാണ്. അതേ രൂപത്തിൽ തന്നെ ഈ ഇന്ന് സാധാരണക്കാരൊന്നും ചെയ്യാൻ പാടില്ലാത്തവരാണ്. അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുമായി, അത്തരത്തിലുള്ള പല ചോദ്യങ്ങളുമായി കൊണ്ട് ആളുകൾ ഇറങ്ങിത്തിരിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, നമ്മളൊരു സത്യം മനസ്സിലാക്കിയാൽ അത് എത്തിച്ചു കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ്. നമ്മൾ മനസ്സിലാക്കിയത് എന്താണോ, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ അത് എത്തിച്ചു കൊടുക്കണം. മഹാനായ അബൂദർ റളിയല്ലാഹുവിന്റെ ചരിത്രം കേൾക്കാത്തവരല്ല നമ്മൾ. അറിഞ്ഞ ഉടനെ തന്റെ വീട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ്, തന്റെ നാട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ്. കഅബയുടെ മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന രംഗം കണ്ടപ്പോ ഞാൻ എല്ലാം തികഞ്ഞൊരു ആലിമായിട്ടില്ലല്ലോ എന്ന് കരുതി കാത്തിരിക്കല്ല, അവിടെ ശബ്ദിക്കുകയാണ്, തൗഹീദിന്റെ ശബ്ദമായി മാറുകയാണ്. മഹാനായ സഅദ് ഇബ്നു മുആദ് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഉടനെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് തിരിച്ചറിഞ്ഞ ഉടനെ തന്റെ ബനു അശ്അൽ ഗോത്രത്തിലേക്ക് യാത്ര തിരിച്ചു. തന്റെ ഗോത്രത്തെ വിളിച്ച് ശുദ്ധമായ തൗഹീദ് പറഞ്ഞു കൊടുക്കാണ്. എനിക്ക് ഇജാസത്ത് കിട്ടിയിട്ടില്ലല്ലോ,
ഞാന് ഇരുത്തം ചെന്നൊരു പണ്ഡിതനായിട്ടില്ലല്ലോ എന്നൊന്നും അവർ കരുതാനിരുന്നിട്ടില്ല. തങ്ങൾ മനസ്സിലാക്കിയത് എന്താണോ അത് അവർക്ക് എത്തിച്ചു കൊടുത്തു, തന്റെ സമൂഹത്തിന് പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് സഹോദരന്മാരെ, ആ രൂപത്തിൽ പ്രബോധന പ്രവർത്തന രംഗത്ത് സജീവമാകാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. എന്തെല്ലാം ഫിത്തനകൾ വന്നാലും, എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും അതൊന്നും ഒരു തടസ്സമായി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുവാൻ പാടില്ല. ആയിരക്കണക്കിന് ആളുകൾക്ക് ഹിദായത്തിന് കാരണമാകുന്ന, ആയിരക്കണക്കിന് ആളുകൾക്ക് സത്യസന്ദേശം ലഭിക്കാൻ കാരണമാകുന്ന പല സംരംഭങ്ങളെയും വളരെ നിസ്സാരത്തോടുകൂടി അതിന്റെ ചെറിയ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ച് എല്ലാം തകർത്തെറിയാൻ ശ്രമിക്കുമ്പോൾ വലിയ നന്മകളാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് എന്ന തിരിച്ചറിവ് നമുക്ക് വേണം. മനുഷ്യരാണോ പോരായ്മകൾ ഉണ്ടാകും. കമാൽ എന്നുള്ളത് പടച്ചോന്റെ സിഫത്താണ്. അള്ളാഹു അല്ലാത്ത ബാക്കിയുള്ളവർക്കെല്ലാം നെക്സുകൾ ഉണ്ടായിരിക്കും, പോരായ്മകൾ ഉണ്ടായിരിക്കും. മനുഷ്യര് കൈകാര്യം ചെയ്യുന്ന പ്രവർത്തനങ്ങളാണോ അതിലും പോരായ്മകൾ ഉണ്ടായിരിക്കും. അങ്ങനെ പോരായ്മകൾ തിരഞ്ഞു നടക്കുന്നവരും അത് സമൂഹത്തിലേക്ക് ഇറങ്ങി തിരിച്ച് ഫിത്നകൾ ഉണ്ടാക്കലുമെല്ലാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വന്നുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നതിന് വേണ്ടി ചില സ്വഹാബാക്കളെ ആവശ്യപ്പെടുകയാണ് ഇസ്ലാമിന്റെ ശത്രുക്കൾ. റസൂൽ അയച്ചു കൊടുത്തു സ്വഹാബാക്കളെ. ആ സ്വഹാബാക്കളെ നിഷ്കരണം അവർ വകവരുത്തി. 2 പേർ ആ കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലൂടെ ഓടി ഓടി അവരെത്തിപ്പെടുന്നത് മക്കയിലെ മുശ്രിക്കീങ്ങളുടെ കൈകളിലാണ്. മക്കയിലെ മുഹമ്മദിനെ അരച്ചുകൊടുത്താൽ വലിച്ചു കുടിക്കാൻ മാത്രമുള്ള ഈർഷ്യതയിലാണ് അവർ നിൽക്കുന്നത്. അവരുടെ കൈകളിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബാക്കളെ ലഭിച്ചു. പക്ഷേ യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസമാണ്. 4 മാസം ക്രൂരമായി കൊണ്ട് അവരെ പീഡിപ്പിച്ചു. മക്കയിൽ വെച്ചുകൊണ്ട് കൊലപാതകം പാടില്ല. അതുകൊണ്ട് കുരിശ് ചുമത്തി ക്രൂരമായി കൊണ്ട് ചാട്ടവാറുകൾ കൊണ്ട് പ്രഹരിച്ച് തെനീം കുന്നിന്റെ മുകളിലൂടെ കൊണ്ടുപോവുകയാണ് മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ. ഓരോ കയറ്റങ്ങൾ കയറുമ്പോഴും ഖുബൈബ് ലാത്തെ എന്ന് വിളിക്കട, ഉസ്സ എന്ന് വിളിക്കട, ഇബ്രാഹിമെ എന്ന് വിളിക്കട എന്ന് ആർത്താർത്ത് പറയുന്നുണ്ട് മക്കയിലെ മുശ്രിക്കീങ്ങൾ. പക്ഷേ ആദർശരംഗത്ത് പതറാത്ത പ്രബോധകൻ, അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി അടിയുറച്ചു നിന്ന മഹാനായ സ്വഹാബി പതറാതെ തളരാതെ ആദർശം നെഞ്ചകത്തേറ്റുവാങ്ങി നടക്കുകയാണ് സ്വർഗം കൊതിച്ചുകൊണ്ട്. അതിന് മുകളിലെത്തി ഖുബൈബ്, നിനക്ക് തിരിച്ചു മടങ്ങാം, നിനക്ക് തിരിച്ചു മടങ്ങാം നിന്റെ വീട്ടിലേക്ക്, പ്രിയപ്പെട്ട ഭാര്യയുടെ അരികിലേക്ക്, പ്രിയപ്പെട്ട മക്കളുടെ അരികിലേക്ക്. പക്ഷേ നിന്റെ സ്ഥാനത്ത് മുഹമ്മദായിരുന്നുവെങ്കിൽ എന്നൊന്ന് ചിന്തിച്ചാൽ മതി. നീ സന്തോഷത്തോടുകൂടി നിന്റെ കുടുംബത്തിൽ, പക്ഷേ നിന്റെ സ്ഥാനത്ത് മുഹമ്മദായിരുന്നുവെങ്കിൽ. അള്ളാഹുവിന്റെ റസൂൽ ജീവിച്ചിരിപ്പുണ്ട്. ആ റസൂലിന്റെ കാലിൽ ഒരു മുള്ളു തറക്കുന്നത് പോലും സഹിക്കാൻ, ക്ഷമിക്കാൻ ഈ ഖുബൈബിന് സാധിക്കില്ല. എന്റെ റസൂലിന്റെ കാലിൽ ഒരു മുള്ളു തറക്കുന്നത് പോലും സഹിക്കാൻ ഒരുക്കമല്ല ഞാൻ. പിന്നെ എങ്ങനെ എന്റെ സ്ഥാനത്ത് റസൂല് നിൽക്കുന്ന രംഗം ഞാൻ ചിന്തിക്കും? സഹോദരന്മാരെ, അവരാണ് സ്വഹാബാക്കൾ. ദീനിനു വേണ്ടി പലതും നൽകിയവരാണവൾ, പലതും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിച്ചവരാണവർ. യുദ്ധത്തിന്റെ സമയത്ത് ഒന്നുമില്ല സ്വഹാബാക്കളുടെ കയ്യിൽ. വലിയ ആയുധങ്ങളുമായി, വലിയ കോൽമരങ്ങളുമായി, വലിയ യുദ്ധതന്ത്രപ്പാടുകളുമായി കടന്നു വരുന്ന അവരെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഒന്നും കൈകളിലില്ല. വീട്ടിൽ എന്താണോ ഉള്ളത് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഒരു ചോര പൈതലിനെ കയ്യിൽ പിടിച്ചുകൊണ്ടൊരു പെണ്ണ് വന്നിട്ട് പറയാണ്, റസൂലേ, ഒന്നുമില്ല എന്റെ കയ്യിൽ, ഇത് എന്റെ ചോര പൈതലാണ്. ഈ ചോര പൈതലിനെ കൊണ്ട് റസൂലേ അങ്ങയുടെ നേരെ വരുന്ന അമ്പ് അങ്ങ് തടഞ്ഞു നിർത്തണം, അതെങ്കിലും ഒന്ന് സ്വീകരിക്കണമെന്ന് പറഞ്ഞപ്പോ ആ ഉമ്മയുടെ മനസ്സിലൊരു പ്രതീക്ഷ ഉണ്ട്. എന്റെ മോൻ നാളെ പരലോകത്ത് വരും, എന്റെ കൈ പിടിച്ചുമ്മച്ചി സ്വർഗത്തിലേക്ക് വാ എന്ന് പറയുന്ന ഒരു സന്തോഷകരമായ നിമിഷം എനിക്ക് നാളെ പരലോകത്തുണ്ടാകുന്നു പറയുമ്പോ ആ റസൂലിന്റെ നേരെ വരുന്ന അമ്പ് തടുക്കാനും അതിനെതിരെ യുദ്ധം ചെയ്യാനും ഒന്നും നമുക്കൊന്ന് സാധ്യമല്ല. എന്നാൽ ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ ആയിരക്കണക്കിന് വിമർശനങ്ങൾ കടന്നു വരുമ്പോൾ, കാർട്ടൂണുകളിലൂടെ, സിനിമകളിലൂടെ, സീരിയലുകളിലൂടെ ആ റസൂലിനെതിരെ ആയിരക്കണക്കിന് അമ്പുകൾ എഴുതുവിടുമ്പോൾ അതിന് മറുപടി കൊടുക്കാൻ ജീവിതം കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നെഞ്ചകത്തേറ്റാൻ സഹോദരന്മാരെ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ആത്മാർത്ഥമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് പലപ്പോഴും ഇസ്ലാമിന്റെ പേര് പറഞ്ഞ് മരിക്കാൻ ആളുകൾ ഇറങ്ങിത്തിരിക്കാൻ, മരിക്കാൻ ഒരുക്കാൻ. ഏതെങ്കിലും ഒരു പള്ളി പൊളിച്ചാൽ റസൂലിന്റെ പേരിൽ ഒരാൾ കാർട്ടൂൺ രചിച്ചാൽ അതിനെ വൈകാരികമായി കാണുകയും
അതിനൊക്കെ വിവേകത്തോടുകൂടി കാണുന്നതിന് പകരം വൈകാരികമായി കണ്ട് ഇസ്ലാമിന്റെ പേരും പറഞ്ഞ് മരിക്കാൻ ഇറങ്ങുമ്പോ മരിക്കാൻ എളുപ്പമാണ്. പക്ഷെ മുസ്ലിമായി ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ, മുസ്ലിമായി ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ സഹോദരന്മാരെ ഇന്ന് യുവാക്കളുണ്ടോ എന്ന് ആത്മാർത്ഥമായി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലെടുത്ത ആ ഒരു ജീവിതം സ്വഹാബാക്കൾ പറയാണ്, രാവിലെ ഞങ്ങൾ ഒരു ചെറുപ്പക്കാരനെ കാണും, നല്ല സുന്ദരമായ ചെറുപ്പക്കാരൻ. പക്ഷേ കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ആ മനുഷ്യന്റെ വസ്ത്രത്തിൽ പൊടി പുരണ്ടിട്ടുണ്ടായിരിക്കും, മുഖത്താളുകൾ കാർക്കിച്ച് തൊപ്പിയിട്ടുണ്ടായിരിക്കും. ആ ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ റസൂലായിരുന്നുവെങ്കിൽ ഓരോ വീടും കയറി ഇറങ്ങിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണേ, നിങ്ങൾ വിജയിക്കണേ എന്ന് പറയുന്ന അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ആ റസൂലിന്റെ മാതൃക, ആ റസൂലിന്റെ മാതൃക അത് ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് ഞാനൊരു മുസ്ലിമാണെന്ന് പറഞ്ഞ് ആ പ്രബോധന രംഗത്ത് പതറാതെ തളരാതെ ജീവിക്കാനുള്ള യുവാക്കൾ കടന്നു വരേണ്ടതുണ്ട്. ഇസ്ലാമിന്റെ പേര് പറഞ്ഞ് മരിക്കാൻ ഒരു പണിയില്ല. അതിവിടെ മതല്ല എന്ന് പറഞ്ഞോനും അതേ രൂപത്തിൽ തന്നെ ഒന്നിലധികം ദൈവങ്ങളുണ്ട് എന്ന് പറയുന്നവനും എല്ലാവരും മരിക്കാൻ തയ്യാറാണ്. പക്ഷെ ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ, റസൂലിന്റെ മാതൃക പിൻപറ്റിക്കൊണ്ട് മുസ്ലിമാണെന്ന് പറഞ്ഞ് ആ റസൂലിന്റെ ജീവനം നെഞ്ചകത്തേറ്റാൻ, അങ്ങനെ ഒരു ജീവനം നയിക്കാൻ സഹോദരന്മാരെ സാധിക്കുമോ? അങ്ങനെ സാധിക്കുന്നുവെങ്കിൽ ദുനിയാവിലും നാളെ പരലോകത്തും നമുക്ക് അത് വിജയകരമായി തീരും. അതുകൊണ്ട് സഹോദരന്മാരെ, ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വികാരങ്ങളല്ല നമ്മളെ നയിക്കേണ്ടത്, വിവേകത്തോടു കൂടി മുന്നോട്ടു പോകുവാൻ. സമകാലിക സാഹചര്യങ്ങൾ ഏറെ കലുഷിതമാണ്. ഓരോ ദിവസങ്ങളിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള ആയത്തുകൾ അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി തെളിവുദ്ധരിക്കുമ്പോൾ, പുതിയ പുതിയ അനാചാരങ്ങൾ, ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത പുതിയ വിദേശികൾ ഈ ദീനിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ മാറി നിൽക്കേണ്ടവരല്ല. നമ്മുടെ കടയില് ഒരാൾ വല്ലതും മോഷ്ടിച്ചാൽ അതിൽ നമ്മൾ ഇടപെടും. നമ്മുടെ വീട്ടിൽ നിന്ന് വല്ലവരും എന്തെങ്കിലും എടുത്തുകൊണ്ടുപോയാൽ നമ്മൾ അതിനെതിരെ പ്രതികരിക്കും. എന്നാൽ അള്ളാന്റെ ദീനിൽ ആർക്കും എന്തും എടുക്കാം, അള്ളാന്റെ ദീനിൽ ആർക്കും എന്തും കടത്തിക്കൂട്ടാം, അതും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല എന്ന ധാരണയോട് കൂടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ അത് ഒരല്പം പ്രയാസകരമായിരിക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, ജീവിതം കൊണ്ട് മുസ്ലിമാവുക. ആയിരക്കണക്കിന് മനുഷ്യന്മാർ ഈ സന്ദേശം അറിയാതെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് എന്താണ് ജീവിതമെന്നറിയില്ല. കന്നുകാലികളെപ്പോലെ തിന്ന് കുടിച്ച് രസിച്ച് മതിച്ച് അവരെങ്ങനെ ജീവിക്കുമ്പോൾ ഈ സത്യം മനസ്സിലാക്കിയ, മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് എന്ന വലിയ സത്യം, ആ സത്യം തിരിച്ചറിഞ്ഞവരാണ് നമ്മൾ. ഖലൽ മുനജ്ജിമു വത്തബീബു ഖിലാഹുമാ ലം യുബഅസൽ അംവാതു ഖുൽതു ഇലൈകുമാ. ചില ബുദ്ധിജീവികൾ പറയുകയാണ്, മരണത്തോടുകൂടി എല്ലാം കഴിഞ്ഞു, പിന്നൊരു ജീവിതമില്ല എന്ന്. ഇൻ സഹ ഖൗലുകുമാ ഫലസ്തു ബിഖാസിരിൻ ഔ സഹ ഖൗലി വൽ ഖസാറു അലൈകുമാ. ഇനി നിങ്ങൾ പറയുന്ന രൂപത്തിൽ മരണത്തോടുകൂടി എല്ലാം നശിച്ചാലും, മരണത്തോടുകൂടി എല്ലാം നശിച്ചാലും, മരണത്തിന് ശേഷം ഒരു ജീവിതമില്ല എങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നഷ്ടമില്ല. ഔ സഹ ഖൗലി വൽ ഖസാറു അലൈകുമാ. ഇനി അഥവാ എന്റെ വാക്കെങ്ങാനും സത്യമായി പുലർന്നാൽ, മരണത്തിന് ശേഷം ഉയർത്തെഴുന്നേൽപ്പിച്ചാൽ, ഏറെ ഭീതിജനകമായിട്ടുള്ള മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ, സ്വർഗവും നരകവും കൊണ്ടുവരപ്പെട്ടാൽ ഏറ്റവും വലിയ നഷ്ടക്കാർ നിങ്ങളായിരിക്കുമെന്ന് ഒരു അറബികൾ മറുപടി നൽകിയെങ്കിൽ, സഹോദരന്മാരെ, നമ്മൾ അങ്ങനെ വിശ്വസിച്ചവരല്ല. സ്വർഗമുണ്ട് എന്ന് പറഞ്ഞത് റസൂലാണ്, നരകമുണ്ട് എന്ന് പറഞ്ഞത് റസൂലാണ്, പരിശുദ്ധ ഖുർആനാണ്. അതുകൊണ്ട് അത് ജീവിതത്തിൽ ഏറ്റുവാങ്ങി അങ്ങനെ ജീവിക്കാമെന്ന് തീരുമാനിച്ചവരാണ് നമ്മൾ. അതുകൊണ്ട് ആത്മാർത്ഥമായി പ്രാർത്ഥനകളോടുകൂടി നിഷ്കളങ്കമായിക്കൊണ്ട് ഈ ദീനി രംഗത്ത് നമ്മൾ ഉണ്ടാകണമെന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. അല്ലാഹു തആല അതിനുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.